ഡോക്ടർ ഹാരിസ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഇതെനിക്കറിയാം, ഇത് ഒരു പ്രോബ് ഒരു മാസത്തേക്ക് തികയുള്ളൂ. അപ്പോൾ ഒരു 3 പ്രോബ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് 3 മാസം കൊണ്ട് തീരുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഓരോ പ്രോബ് തീരുമ്പോഴും പൊട്ടുമ്പോഴും നമ്മൾ ഈ കമ്പനിയല്ല ഇവരുടെ ഓഫീസിലേക്ക് നമ്മൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. ഇനി ഇത്രയേ ഉള്ളൂ, ഇത്ര കഴിഞ്ഞാൽ ഓപ്പറേഷൻ മുടങ്ങും എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ എണ്ണം നമുക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അത് വാർഡിൽ നോക്കണം. അതിപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഞാൻ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളെ അവരെ കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം മുമ്പ് മാത്രമേ രോഗികളെ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് ഡയറിയിൽ ഡേറ്റ് കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഒരു സ്കൂളിലെ അധ്യാപകൻ പറയുന്ന കാര്യമുണ്ട്. സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങാനായിട്ട് പിരിവെടുത്ത് അധ്യാപകൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് തിരുവനന്തപുരം അധ്യാപകൻ പറഞ്ഞു. അതിന് സമാനമായിട്ടുള്ള കാര്യമാണ് അപേക്ഷിച്ചില്ലെന്നും ഒരു വകുപ്പ് മേധാവി ഉപകരണങ്ങൾ വാങ്ങിച്ച് ചികിത്സിക്കുക. തീർച്ചയായിട്ടും എനിക്ക് തന്നെ അത് മടുത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വിവാദപരമായിട്ട് പോസ്റ്റ് ഇട്ടത്. ഞാൻ അപേക്ഷിച്ചും എരന്നും മടുത്തു. നമ്മൾ ആൾക്കാരോട് എരന്നാണ് വാങ്ങുന്നത്. നമ്മൾ പേഷ്യൻസ് പൈസ അടയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി ഇപ്പം RIRSൻ്റെ സ്കോപ്പ് തന്നെ തരുന്നത് തിരുവനന്തപുരത്ത് ഏജൻസികളില്ല. കൊച്ചിയിലുള്ളൊരു ക്യാപ്സ്യൂൾ ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അപ്പോൾ അയാളുടെ ഒരു വിശാല മനസ്സുകൊണ്ടായിരിക്കാം നേരത്തെ സ്കോപ്പ് അയച്ചു തരും. പിന്നെ അതിനുശേഷം പേഷ്യൻസ് അയാളുടെ GPayയിലേക്ക് ഈ നമ്പർ ഇത് അടയ്ക്കുകയോ അല്ലെങ്കിൽ അയാളുടെ ഏജൻറ്റ് വന്ന് പൈസ വാങ്ങുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറേ 6 മാസമെങ്കിലുമായിട്ട് അത് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഭയമുണ്ട്. കാരണം ഏതോ ഒരാൾ വന്ന് പൈസ കളക്ട് ചെയ്യുന്നു, ഏതോ ഒരാളുടെ GPayയിൽ പൈസ അടയ്ക്കുന്നു. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ എന്നെ മാത്രമല്ല എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാരെ സംബന്ധിച്ച് അത് വളരെ റിസ്ക്കുള്ള കാര്യമാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും എനിക്കെതിരെ ഒരു വിജിലൻസ് എൻക്വയറിയൊക്കെ വരാം. കാരണം ഈ ഓപ്പറേഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ RIRS ചെയ്തതിന് ശേഷമാണ് ഓപ്പറേഷൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് കുറഞ്ഞത്. അതിന് മുമ്പ് 6 മാസം വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഓപ്പറേഷൻ കുറയാൻ ഈ RIRS ചെയ്തതിന് ശേഷം തുടങ്ങിയതിന് ശേഷമാണ് അത് കുറഞ്ഞു കിട്ടിയത്. അപ്പോൾ ഈ പേഷ്യൻസ് പേഷ്യൻറ്റിനെ കൊണ്ട് പൈസ അടപ്പിച്ച് നമ്മൾ ഉപകരണങ്ങൾ വാങ്ങുന്നത് ശരിയാണോ? അത് തന്നെ അതൊരു ഇല്ലീഗൽ മാർഗ്ഗമാണ്. ഇവർ പേഷ്യൻസ് ഡയറക്റ്റായിട്ട് പോയി ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഉപകരണം വാങ്ങുകയല്ല ചെയ്യുന്നത്. ഒരാൾ തന്നു എന്നുള്ള ഒരു ധാരണയിൽ അയാളുടെ പേരിൽ പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനതിൽ പ്രൊട്ടക്ഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബില്ല് ഞാൻ അവിടെ പബ്ലിക്കായിട്ട് വാർഡിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. രോഗികൾക്ക് അതിൻ്റെ വൗച്ചർ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു രീതിയിലൊക്കെ കവറപ്പ് ചെയ്യുന്നത്. പക്ഷേ ഏത് സമയത്ത് വേണമെങ്കിലും എനിക്കെതിരെ ഒരു ശക്തമായിട്ടുള്ള ഒരു വിജിലൻസ് എൻക്വയറി വരാൻ, കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേറൊരാളുടെ പേരിൽ ഞാൻ പൈസ അടപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു വലിയൊരു ആരോപണം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വകുപ്പിന്റെ അന്വേഷണം നടക്കാൻ പോവുകയാണ്. ഡോക്ടർക്ക് സ്വാഭാവികമായിട്ടുള്ള അന്വേഷണം നടക്കും. ഒരുപക്ഷെ നമ്മൾ നടപടിയിലേക്ക് പോകാം. ഇനിയിപ്പോൾ മെഡിക്കൽ ഡ്യൂട്ടിക്ക് താങ്കൾ പോവുകയാണ്. ഒറ്റപ്പെടുമെന്നൊരു ഭയമുണ്ടോ? ഇല്ല, ഒറ്റപ്പെടുമെന്നൊന്നും ഒരു ഭയമൊന്നുമില്ല. അങ്ങനെ ഒറ്റപ്പെട്ട കാര്യമില്ലല്ലോ. നമ്മൾ ഒറ്റപ്പെടുന്നെങ്കിൽ ഒറ്റപ്പെടുത്തട്ടെ. നമ്മളൊരു സത്യം പറഞ്ഞിട്ട് ഒറ്റപ്പെടുത്തുന്നെങ്കിൽ ഒറ്റപ്പെടുത്തട്ടെ. മുൻപും സർജറി മുടങ്ങിയിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. ഏതെങ്കിലും രോഗികൾ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് മറ്റ് ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇത് നമുക്കറിയാമല്ലോ. നിങ്ങളൊക്കെ ഇവിടെ തന്നെ മീഡിയയിലുള്ള ആൾക്കാർ തന്നെ എൻ്റെ പേഷ്യൻസായിട്ട് വരുന്നുണ്ട്. അവർക്ക് തന്നെ കാര്യങ്ങൾ അറിയാം. മാതൃഭൂമിയുടെ ഒരാൾ വന്ന് ഓപ്പറേഷനൊക്കെ ചെയ്തു പോയതാണ്. മാതൃഭൂമിയുടെ, ഏഷ്യാനെറ്റിൻ്റെ ഒക്കെ ആൾക്കാർ എനിക്ക് നിങ്ങളുടെ ഇതിൽ ഗ്രൂപ്പിൽ കാണില്ല, പക്ഷേ ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്കറിയാം അവിടെയുള്ള പ്രശ്നങ്ങൾ. ഇവിടുത്തെ സെൻറ്റർ ഓഫ് എക്സലൻസ് എന്നാണ് നമ്മൾ പറയുന്നത് മെഡിക്കൽ കോളേജിൽ. പക്ഷേ മെഡിക്കൽ കോളേജിൽ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ പല ഓപ്പറേഷനും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. ലാപ്രോസ്കോപ്പി ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോൾ തുറന്നാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഉപകരണങ്ങൾ വേണം? അതിൽ പലതും ഇല്ല. അപ്പോൾ നമ്മളതൊരു ലാപ്രോസ്കോപ്പി നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ലാപ്രോസ്കോപ്പിക്ക് പകരം നമ്മൾ ഓപ്പൺ ചെയ്താണ് ചെയ്തത്. അപ്പോൾ രോഗികൾ പലരും വന്ന് ചോദിക്കും ലാപ്രോസ്കോപ്പി ചെയ്യുന്നുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ പുറത്തുള്ള ആശുപത്രിയിലേക്ക് പോയി ചെയ്യും. ഇപ്പോൾ റോബോട്ടിക്സ് ഉണ്ടോ എന്ന് ചോദിക്കും. റോബോട്ടിക്സ് ഇല്ല, അതുകൊണ്ട് റോബോട്ടിക്സിന് അവർ പുറത്ത് പോയി ചെയ്യും. ഇപ്പോൾ റോബോട്ടിക്സ് ഒന്നും വേണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ മിതമായിട്ടുള്ള, ഏറ്റവും ശരാശരിയായിട്ടുള്ള ഈ സ്റ്റോൺ പേഷ്യൻ്റായിട്ട് വരുന്ന, വളരെ പെയിനായിട്ട് വരുന്നവർക്ക് ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് അതൊരു പരിഹാരം ഉണ്ടാക്കി കൊടുത്തേ പറ്റുള്ളൂ. മറ്റ് ശസ്ത്രക്രിയകളൊക്കെ പൊക്കോട്ടെ, അവർ വലിയ ആശുപത്രികളിൽ പോയി ചെയ്തോട്ടെ. ഇത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചികിത്സ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അതിനുള്ള ഉപകരണങ്ങൾ തടസ്സമില്ലാതെ വരണം. അതിനെ ഈ ചുവപ്പ് നടക്കാത്ത കുടുങ്ങി കിടന്നും പലതും പറയുന്നുണ്ട്. രാവിലെ ഈ സൂപ്രണ്ട് പറയുന്നത് അവരങ്ങോട്ട് അയച്ചു, അവർ കളക്ടറേക്കിൽ അയച്ചു, അവിടുന്ന് അങ്ങനെ ആ എക്സ്പ്ലനേഷൻ ചോദിച്ചു, പിന്നെ ഈ എക്സ്പ്ലനേഷൻ ചോദിച്ചു, ഇങ്ങനെ വിലയിലെ വ്യത്യാസം വന്നു. ഇതൊന്നും ഒരു പേഷ്യൻ്റ് അറിയേണ്ട കാര്യമില്ല.
നമ്മളൊരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് അടിയന്തരമായിട്ട് വാങ്ങിക്കേണ്ട സാധനങ്ങൾ, അടുത്ത 1 മാസത്തിനകത്ത് വാങ്ങേണ്ട സാധനങ്ങൾ, അടുത്ത 3 മാസത്തിനകത്ത് വാങ്ങേണ്ട സാധനങ്ങൾ, 1 വർഷത്തിനകത്ത്, ഇങ്ങനെ അടിയന്തര അങ്ങനത്തെ കാറ്റഗറി അനുസരിച്ചാണ് ഞാൻ റിക്വസ്റ്റുകൾ കൊടുക്കുന്നത്. ഇതിലൊന്നിനും ഈ പറഞ്ഞതുപോലെ എഴച്ചിലാണ്. അതിൽ അടിയന്തര സ്വഭാവമുള്ള സാധനങ്ങൾ അടിയന്തര സ്വഭാവത്തോട് തന്നെ വാങ്ങിച്ചു തരണം. അതിനുള്ള കാത്തിരിപ്പ് 2023 മുതൽ കാത്തിരിക്കുകയാണ്. 2023 കഴിഞ്ഞ മെഷീൻ 2021 കമ്മീഷൻ ചെയ്ത മെഷീൻ 2023 വരെ ഞങ്ങൾ ചെയ്തതിനകത്ത് ഏകദേശം 3900 രോഗികളെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ എത്ര വേഗത്തിലുള്ള ഓപ്പറേഷൻ അത് വെച്ച് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അത് 2023 മുതൽ ഈ വർഷം വരെ അത് മുടങ്ങിയിരിക്കുമ്പം എത്ര പേർക്കാണ് അത് ചെയ്യാൻ പറ്റാതിരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ അടിയന്തര സ്വഭാവം ഞാൻ ഇവരെ അറിയിച്ചതാണ്. ESWLയുടെ അടിയന്തര സ്വഭാവം ഞാൻ അറിയിച്ചതാണ്. അപ്പോൾ അതെൻ്റെ ഫയലുകൾ മൂവ് ചെയ്യുന്നുണ്ട്. അത് ഈ ഓഫീസുകളിലുള്ള എന്തോ പ്രശ്നമാണ്. ഈ ഓഫീസിൽ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ വന്നിട്ടുള്ള എന്തോ പ്രശ്നമാണ്. ഈ ഫയൽ എവിടെ നഷ്ടപ്പെടുകയോ എന്തോ രീതിയിൽ അത് പോവുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ESW പിന്നെയും താമസിക്കുന്നത്. ഞാൻ ഇന്നലെ മുതൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതറിയില്ല. ഈ കാര്യം ഞാൻ അവിടുത്തെ കൗൺസിലറാണ്, മെഡിക്കൽ കോളേജ് കൗൺസിലർ അനിൽ സാറാണ് ഇതിൻ്റെ ESWയിൽ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് സാറ് എനിക്കൊരു പ്രോത്സാഹനം തന്നത്. അപ്പോൾ സാറിനെ കഴിഞ്ഞ മാസവും കഴിഞ്ഞ എല്ലാ മാസങ്ങളിലും ഞാൻ സാറിനെ വിളിക്കുന്നുണ്ട്, സാർ എന്നെ വിളിക്കുന്നുണ്ട്. സാർ OPയിൽ വരുമ്പോഴും ഞാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറ് സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലൊക്കെ സാറ് പോയി സാറിൻ്റെ ഇൻഫ്ലുവൻസിൽ കുറേയൊക്കെ ഫയൽ മൂവ് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ അതിൽ എന്തൊക്കെയോ ഈ ചികിത്സാ സ്വഭാവമായിട്ടുള്ള മെഷീനുകൾക്ക് എന്താണ് ഇത്ര താമസം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നുമില്ല. നടപടി ഇപ്പോൾ ഞാനൊരു ഡോക്ടറാണ്, ഒരു ക്വാളിഫൈഡ് ഡോക്ടറാണ്. ഞാൻ മെറിറ്റ് അടിസ്ഥാനത്തിൽ MCH വരെ പഠിച്ച എനിക്ക് എന്തിനാണ് ഞാൻ ഭയക്കുന്നത്? ഞാനത് ഗവൺമെൻറ് സർവീസിൽ എൻ്റെ ഒപ്പം ഉള്ളവരെല്ലാവരും ഗവൺമെൻറ് സർവീസ് വിട്ട് പ്രൈവറ്റിലൊക്കെ പോയി അവർ കോടീശ്വരന്മാരായപ്പോൾ ഞാനിപ്പോഴും ഈ കുടിച്ച വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് പണമില്ല, എനിക്ക് പണം സമ്പാദിക്കാൻ ഇത് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഞാൻ ഗവൺമെൻറ് കോളേജുകളിൽ പഠിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് സർവീസ് കൊടുക്കണമെന്നുള്ളൊരു വിട്ടുവീഴ്ചയുടെ പുറത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. നൽകിക്കൊണ്ട് പല ഡോക്ടർമാരും ഫേസ്ബുക്കിലൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ആരെങ്കിലും താങ്കളെ ഈ സർക്കാർ മേഖലയിൽ നിന്നോ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മേഖലയിൽ നിന്നൊക്കെ താങ്കളെ ബന്ധപ്പെടുന്നുണ്ടോ? ഒരുപാട് പേര് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്നുപോലെ ഫോൺ നോക്കുന്നില്ല. അതിനെപ്പറ്റി ഫോൺ ഓഫ് ചെയ്തിട്ട് തുടർച്ചയായിട്ട് കോളുകളും തുടർച്ചയായിട്ട് ഇതുപോലെ മെസ്സേജുകളും വരുന്നുണ്ട്. അത് ഇല്ല, ഒന്നുമില്ല, സമ്മർദ്ദങ്ങളൊന്നുമില്ല. ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ വീട്ടിൽ പണി നടക്കുന്നു. ഞാൻ കൂടുതൽ സമയം അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് നമുക്കങ്ങനെ കൂടുതൽ ഫോൺ എടുക്കാനോ അതിനെക്കൊണ്ട് സംസാരിക്കാനോ ഒരേ കാര്യം തന്നെ സംസാരിക്കണം. അതുകൊണ്ട് ഞാൻ ഫോൺ ഓഫ് ചെയ്തു. കൃത്യമായിട്ട് എന്ത് വിശദീകരണം ചോദിച്ചാലും അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയിട്ടുണ്ട്. എല്ലാം രേഖകളുടെ എല്ലാ അന്വേഷണത്തോടും സഹകരിക്കും. ഇല്ല, ലോങ് ലീവൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ ലീവുണ്ട്. എനിക്ക് ലീവുകൾ ഞാൻ സർവീസ് ജോയിൻ ചെയ്ത സമയം മുതലുള്ള ലീവ്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇന്നലെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ ഈ മെഡിക്കൽ കോളേജിലെ നിലവിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു. അതിനുശേഷം പിന്നീട് ആരോഗ്യമന്ത്രി ആവട്ടെ, മറ്റ് അധികാരികളാകട്ടെ, മെഡിക്കൽ കോളേജിലെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരാകട്ടെ, അവരൊക്കെ ഇതൊരു അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ഹാരിസിൻ്റെ ഒരു വൈകാരിക പ്രതികരണം എന്ന കണക്കൊക്കെയാണ് പ്രതികരണങ്ങളൊക്കെ നടത്തിയത്. മാത്രമല്ല ഈ വിഷയത്തിൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. കൂടുതൽ വിഷയങ്ങളിൽ അദ്ദേഹം തൻ്റെ നിലപാട് അറിയിക്കുകയായിരുന്നു.